ദേശം പാലക്കാട്, വർഷം 1997. ഇത്ര നേരെ കിടന്ന് ഓർക്കുന്നത് വാഴ പോലെ അങ്ങനെ കിടന്നുപോയി. ഇതിലിപ്പോൾ ഞാനെന്തോട് ചെയ്തേ? നമ്മളെ കുടുംബക്കാർ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് വാഴ എന്ന് പറയുമ്പോൾ എന്തൊരു ഇത്ര പുച്ഛം. എൻ്റെ മക്കളെർക്ക് വേണം, തോരൻ വെക്കാൻ എൻ്റെ പിണ്ടി വേണം, എൻ്റെ എല്ലാം വേണം. ഓണത്തിനോ സദ്യക്ക് എൻ്റെ കുറേ ഇലയും വേണം. ഒരു പണിയില്ലാത്തവരെ വാഴയെന്ന് വിളിക്കും, ചുണയില്ലാത്തവരെ പഴമെന്ന് വിളിക്കും. എൻ്റെ മക്കളെ നല്ല ചുണുള്ള ചുള്ളന്മാരാ. പഴം കഥകൾ പൊയ്ക്കഥകളാക്കി അന്ന് 2 കാര്യങ്ങൾ സംഭവിച്ചു. അവൻ്റെ ജനനവും ആ തലമുറയുടെ ജനനവും. ഹിസ്റ്ററി ബിഗിൻസ്. എന്താണ് വെച്ചാനെ വാഴ നൈസല്ലേ? നമ്മുടെ ഒരു പാട്ട് വരെ ഇറങ്ങില്ലേ, ഹേയ് ബനാനേ. പുതിയൊരു ഉണ്ടായിരുന്നല്ല, എന്തായിരുന്നത്? ഓ നാനോ ബനാന. നമ്മുടെ അതിൽ ബനാന ഉണ്ട്. പഴം പൊളിയാണ്, ജെൻസി ബഡീസും പൊളിയാണ്. ഹായ്, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മനാഫ്. ചേട്ടാ, അതെ ഇപ്പോഴത്തെ പിള്ളേരെ വാഴ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? വാഴ എന്താ? വാഴ മൂടാണ്. മൈൻഡ് സെറ്റാണ് മാറ്റർ, മൈൻഡാണ് മാറ്റേണ്ടത്. ഏത് മൂഡ്? ജെൻസി മൂഡ്. തിളങ്ങി കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. കൺമുന്നിൽ പറന്ന് കാറ്റും കാക്കക്കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ. തോട്ടോ പൊട്ടും തോക്കിൽ ഡിക്കും പൂശിയെ വൻപേരാലിന്റെ കൊമ്പിലായി ഊഞ്ഞാലാക്കിയെ ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിയിടും.